2025-26 വർഷത്തെ 2ാം ക്ലാസ് ഉദ്ഗ്രഥനം 1 വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഇവിടെ ഒരു ചിത്രമുണ്ടല്ലേ, പിന്നെ ഇതാണ് വായിക്കേണ്ടത്. മണിമലക്കാടിനോട് ചേർന്ന് ഒരു കുഞ്ഞു ഗ്രാമം ചെറുവഞ്ചി. മണിമലക്കാടിനോട് ചേർന്നുള്ള ഗ്രാമത്തിന്റെ പേര് ചെറുവഞ്ചി എന്നാണ്. ചെറുവഞ്ചിയിൽ ഗ്രാമോത്സവമാണ്. മണിക്കുട്ടനും ചിഞ്ചുവും മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയും ഉത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. പുഴയുടെ തീരത്താണ് ഗ്രാമോത്സവം നടക്കുന്നത്. കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തി. അങ്ങനെ ഉത്സവം തുടങ്ങി. ഓരോ ജീവികളും ഓരോ മൃഗങ്ങളും പക്ഷികളുമൊക്കെ എന്തൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. കിങ്ങിണിമയിൽ മനോഹരമായി നൃത്തം ചെയ്തു. കുറുമ്പിക്കുയിൽ പാട്ടുപാടി. ആന വെള്ളം ചീറ്റി. അണ്ണാന്റെ മരഞ്ചാട്ടം കണ്ട് ഗ്രാമവാസികളെല്ലാം ആർത്തു ചിരിച്ചു. കാട്ടിൽ നിന്നും കൊണ്ടുവന്ന സമ്മാനം മിത്തുക്കുരങ്ങൻ ഗ്രാമവാസികൾക്ക് നൽകി. ഗ്രാമോത്സവത്തിലെ കൂടുതൽ കാഴ്ചകൾ കാണാനായി അവർ മണിക്കുട്ടന്റെയും ചിഞ്ചുവിന്റെയും കൂടെ കൂടി. ഇതാണ് വായിക്കേണ്ടത്. ഇനി ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഗ്രാമോത്സവത്തിന് മണിക്കുട്ടനും ചിഞ്ചുവും ക്ഷണിച്ചത് ആരെയാണ്? മണിമലക്കാട്ടിലെ എല്ലാ ജീവികളെയും അല്ലേ? അതാണ് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഭംഗിയായി എന്നതിനു പകരം ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത്? മനോഹരമായി. ഇനി മൂന്നാമത്തെ ചോദ്യം, മിത്തുക്കുരങ്ങൻ സമ്മാനം കൊടുത്തത് ആർക്ക്? ഗ്രാമവാസികൾക്ക്. നാലാമത്തെ ചോദ്യം, ഗ്രാമവാസികൾ ആർത്തു ചിരിച്ചത് എന്തിന്? അണ്ണാന്റെ മരഞ്ചാട്ടം കണ്ടിട്ടാണ് ആർത്തു ചിരിച്ചത്. ഇനി ഈ കഥയ്ക്ക് ഉചിതമായ പേര് നൽകുക. ഗ്രാമോത്സവം എന്ന് നൽകാം, ഗ്രാമത്തിലെ ഉത്സവം എന്ന് നൽകാം, പിന്നെയോ എന്ത് വേണമെങ്കിലും നൽകാം. കാട്ടിലെ മൃഗങ്ങൾ എന്ന് നൽകാം. അവരാണല്ലോ പരിപാടികളൊക്കെ അവതരിപ്പിച്ചത്. അങ്ങനെ ഏത് പേര് വേണമെങ്കിലും നൽകാം. പ്രവർത്തനം 2, ഭക്ഷണം കഴിക്കാം. വിരുന്നുകാർക്കെല്ലാം ആഹാരം ഒരുക്കിയിട്ടുണ്ട്. ആഹാര രീതിക്കനുസരിച്ച് ജീവികളെ പട്ടികപ്പെടുത്തുക. ഇവിടെ കുറെ ജീവികളുടെ ചിത്രമുണ്ടല്ലേ, ഇവയെ നമ്മൾ പട്ടികപ്പെടുത്തണം. ഇതിൽ സസ്യവും മാംസവും കഴിക്കുന്നവർ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ കള്ളിയിൽ എന്തെഴുതാം? സസ്യം കഴിക്കുന്നവർ എന്നെഴുതാം. രണ്ടാമത്തേതിലോ മാംസം കഴിക്കുന്നവർ എന്നും എഴുതാം. മൂന്നാമത്തേതിൽ സസ്യവും മാംസവും കഴിക്കുന്നവർ. ഇനി ഒന്നാമത്തെ കോളത്തിൽ സസ്യം കഴിക്കുന്നവർ എന്ന കോളത്തിൽ നമുക്ക് ആന, മുയൽ, ആ 2 മൃഗങ്ങളുടെയും പേരെഴുതാം അല്ലെ. അവര് രണ്ടുപേരുമാണ് സസ്യം മാത്രം കഴിക്കുന്നവർ. ഇനി മാംസം കഴിക്കുന്നവരോ? സിംഹം, കടുവ. ഇവിടെ നോക്കിയാൽ സിംഹവും കടുവയാണ് മാംസം കഴിക്കുന്നവരായിട്ടുള്ളത്. പിന്നെ സസ്യവും മാംസവും കഴിക്കുന്നവരാണ് ആരൊക്കെ? മയിലും എലിയും. അവരുടെ പേര് അവിടെ എഴുതുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, കടങ്കവിതകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ കടങ്കവിത, തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയൊന്നുണ്ടല്ലോ. മഴയും കൊള്ളും വെയിലും കൊള്ളും കുടയുടെ പേരത് ചൊല്ലാമോ? ആകാശമാണ് ഉത്തരം അല്ലെ. പാറ പോലെ വയറുണ്ട്, തൂണ് പോലെ കാലുണ്ട്, ചൂല് പോലെ വാലുണ്ട്, മുറം പോലെ ചെവിയുണ്ട്. ഉത്തരം ആന. മാനത്തുണ്ടൊരു പാൽക്കിണ്ണം, കൂടെ നടക്കും പാൽക്കിണ്ണം, പുഞ്ചിരി തൂകും പാൽക്കിണ്ണം, ആഹാ നല്ലൊരു പാൽക്കിണ്ണം. അമ്പിളിയാണ് ശരിയുത്തരം അല്ലെ. ചന്ദ്രൻ എന്ന് എഴുതിയാൽ മതി. ചിത്രത്തിന് അനുയോജ്യമായ കടങ്കവിത തയ്യാറാക്കുക. തവള. ഈ തവളയ്ക്ക് പറ്റിയൊരു കടങ്കവിത നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. കരയെയും പേടിയില്ല, വെള്ളത്തെയും പേടിയില്ല, ഞാൻ ആരാണെന്ന് പറയും. അതേ രൂപത്തിൽ എന്തെങ്കിലും ഒരു കടങ്കവിത നിങ്ങൾ തയ്യാറാക്കുക. ഇനി പ്രവർത്തനം 4, നോട്ടീസ് തയ്യാറാക്കാം. ചെറുവഞ്ചി ഗ്രാമചന്തയുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം എല്ലാവരെയും അറിയിക്കാനുള്ള നോട്ടീസ് തയ്യാറാക്കുക. സ്ഥലം ചെറുവഞ്ചി ഗ്രാമം. തീയതി 26/2/2026. സമയം രാവിലെ 8 മണി. എങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്? ആദ്യം ഗ്രാമചന്ത എന്ന് ഹെഡിങ് എഴുതുക. ഗ്രാമചന്തയെ കുറിച്ചല്ലേ നോട്ടീസ്. പിന്നെ പ്രിയമുള്ളവരെ, ഇത്രയും സ്പേസ് വിടണ്ട, അതിൻ്റെ അടുത്ത് തന്നെ എഴുതാം. ചെറുവഞ്ചി ഗ്രാമത്തിൽ ഗ്രാമചന്ത നടത്തുകയാണ്. 26/2/2026 വ്യാഴാഴ്ച രാവിലെ 8 മണിക്കാണ് ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് തന്നെ എല്ലാവരും പങ്കെടുക്കുക. സ്നേഹത്തോടെ സെക്രട്ടറി. ഏതെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ സെക്രട്ടറി, കൺവീനർ, പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അവരാണ് നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ അവരുടെ പേര്, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, കൺവീനർ ആണ് കൺവീനർ, അങ്ങനെ ആരുടെയെങ്കിലും ഒരു പേര് താഴെ വെക്കാം. ഇങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇനി പ്രവർത്തനം 5, റോഡ് നിയമങ്ങൾ. ഗ്രാമചന്തയുടെ ഉദ്ഘാടനത്തിന് വന്ന
മിത്തുക്കുരങ്ങൻ റോഡരികിലെ ബോർഡ് വായിച്ചു. എന്താണ് റോഡരികിലുള്ള ബോർഡ്? റോഡിൽ കൂട്ടം കൂടി നിൽക്കരുത്. റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. അപ്പോൾ റോഡിനെ കുറിച്ചുള്ള ഒരു സംഭവമാണിത് അല്ലേ. റോഡിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, വലതുവശത്തു കൂടെ നടക്കുക. പിന്നെ സീബ്ര ലൈനിൽ കൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. മുറിച്ച് കടക്കുമ്പോൾ സീബ്ര ലൈൻ കണ്ടാൽ അതിൽ കൂടെ മാത്രം മുറിച്ച് കടക്കുക. പിന്നെയോ, ട്രാഫിക് സിഗ്നൽ ശ്രദ്ധിക്കുക. ട്രാഫിക് സിഗ്നലിൽ വാഹനങ്ങളെ നിർത്താൻ വേണ്ടിയുള്ള സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ റോഡ് മുറിച്ച് കടക്കാൻ പാടുള്ളൂ അല്ലേ. അങ്ങനെ സിഗ്നലൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം റോഡിൽ കൂടെ നടക്കാൻ. ഇനി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. ഒന്ന്, ഹെൽമെറ്റ് ധരിക്കുക. പിന്നെ ശ്രദ്ധയോടെ ഓടിക്കുക. പിന്നെയോ, 2 പേരിൽ കൂടുതൽ ഇരുചക്ര വാഹനങ്ങളിൽ കയറരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഇത്രയുമാണ് ചോദ്യത്തിലുള്ളത്.